പ്രസവത്തിന് വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കേണ്ട ഡോക്ടർ, അവർക്ക് തനിയെ വേദന വന്നാൽ മതി. ഇങ്ങനെ പറയുന്ന അമ്മമാരെ എങ്ങനെയാണ് ഡോക്ടർ, എന്താണ് അവരോട് പറയാറുള്ളത്? എപ്പോഴും തനിയെ വേദന വന്ന് പ്രസവിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് എല്ലാ പ്രഗ്നൻസിയും അങ്ങ് ഡേറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചില കോംപ്ലിക്കേഷൻ ഉള്ള പ്രഗ്നൻസി, അതെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് മദേഴ്സ് എന്ന് വെച്ചാൽ ഷുഗർ കൂടുതലുള്ള മദേഴ്സിന് നമ്മൾ അങ്ങ് ഡേറ്റ് വരെ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാറില്ല. അതുപോലെ തന്നെ പ്രഷറുള്ള അമ്മമാർ എന്ന് വെച്ചാൽ നമ്മൾ ആ ഡേറ്റ് വരെയൊക്കെ കൊണ്ടുപോയാൽ അവർക്ക് എപ്പം വേണേലും കോംപ്ലിക്കേഷൻസ് വരാം. അപ്പം നമ്മൾ ഇപ്പം അങ്ങ് ഡേറ്റ് വരെ കൊണ്ടുപോകാറില്ല. അതുപോലെ തന്നെ ഇപ്പം കുഞ്ഞിന് വളർച്ചക്കുറവ് അല്ലെങ്കിൽ കുഞ്ഞിന് രക്തഓട്ടക്കുറവ് അങ്ങനെയൊക്കെ ഉള്ള പ്രഗ്നൻസിയിൽ നമ്മൾ ഡേറ്റ് വരെ പോയി കഴിഞ്ഞാൽ ചിലപ്പം കുഞ്ഞിന് ശ്വാസം മുട്ട് വരാനും നമ്മളത് അറിയാതെ പോകാതിരിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ എല്ലാത്തിലും നമ്മൾ ഇന്ന കണക്കേ ആവാവൂ എന്നില്ല. ചില കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പം നേരത്തെ മരുന്ന് വെച്ചൊക്കെ പ്രസവിപ്പിച്ച് വരും. അത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം പ്രഷറുള്ള അമ്മമാർക്ക് കൂടുതൽ അങ്ങോട്ട് പ്രഗ്നൻസി പ്രൊലോങ് ചെയ്യും തോറും എപ്പോൾ വേണേലും കോംപ്ലിക്കേഷൻ വരാമല്ലോ. അതുകൊണ്ട് നമ്മൾ ആ കുഞ്ഞ് ടേം ആയി കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. Yellow green vomiting.